നമ്മുടെ ഋഷഭ് പന്ത് T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം പിടിച്ചേക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു വാർത്ത പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഋഷഭ് പന്തിന്റെ കാര്യം. ഒരു വലിയ കാർ ആക്സിഡന്റിൽ നിന്നാണ് ഋഷഭ് പന്ത് വരുന്നത്. അദ്ദേഹത്തിന് വലിയൊരു ഇഞ്ചുറി പറ്റുന്നു. ധാരാളം നാളുകൾ അദ്ദേഹത്തിന് ക്രിക്കറ്റ് കളിക്കാതെ പറ്റാതെ പോയി. അദ്ദേഹം പുറത്തിരിക്കുന്നു. എന്നാൽ IPLലൂടെ അദ്ദേഹം ഒരു കംബാക്ക് നടത്തുന്നു. അപ്പോൾ ഋഷഭ് പന്ത് മടങ്ങി വരുന്നതോടുകൂടി ഒരു പ്ലെയറുടെ ഒരു സ്ഥാനമാണ്, പലരുടെയും ഒരു സംശയമാണ്. പന്ത് വരുന്നതോടുകൂടി സഞ്ജുവിന് ടീമിൽ അവസരം കിട്ടുമോ എന്നുള്ളത്. സഞ്ജുവിന്റെ കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. സഞ്ജു സാംസൺ എന്ത് തന്നെ കാണിച്ചാലും BCCI ഇതിനു മുമ്പും അദ്ദേഹത്തെ ടീമിൽ എടുത്തിട്ടില്ല. ഇപ്പൊ ഈ ഒരു IPLലെ സഞ്ജുവിന്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ പന്തിനേക്കാളും മുകളിലാണ് സഞ്ജുവിന്റെ പ്രകടനം. അത് കീപ്പിംഗ് ആവട്ടെ, അതുപോലെ ക്യാപ്റ്റൻസി ലെവൽ നോക്കുകയാണെങ്കിൽ അതാവട്ടെ, അതുപോലെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവട്ടെ, എബിലിറ്റി ആവട്ടെ, എല്ലാ കാര്യങ്ങളും പന്തിനേക്കാളും ഒരു പിടി മുന്നിലാണ് സഞ്ജു സാംസൺ. പക്ഷേ അത് അങ്ങനെ മുന്നിലുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം സഞ്ജുവിനെ എടുക്കില്ല, BCCI സഞ്ജുവിനെ എടുക്കില്ല. കാരണം ആദ്യ പരിഗണന പന്തിന് തന്നെയാണ് കൊടുക്കുള്ളൂ. അതങ്ങനെയാണ്. BCCIയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയർ അവർക്ക് വളർത്തണം എന്ന നല്ല ആഗ്രഹം ഉണ്ടില്ല, ആ പ്ലെയർക്ക് വേണ്ടി എന്തും ചെയ്യും. അതാണ് പന്തിന്റെ കാര്യം. കാരണം പന്ത് ഇനി പന്തിന്റെ ഭാഗത്ത് നിന്ന് 2 50യോ 1 50യോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ BCCIക്ക് അത് വേൾഡ് കപ്പിൽ ഉൾപ്പെടുത്താനുള്ള ഒരു വലിയൊരു കാര്യമായിട്ട് അത് അവിടെ വെക്കും. സഞ്ജുവിന്റെ കാര്യത്തിൽ സഞ്ജു ഇനിയിപ്പോൾ ഈ വർഷം IPLൽ മേ ബി പന്തിനേക്കാളും കൂടുതൽ റൺസ് അടിച്ചു കൂട്ടിയാലും ആദ്യ ചോയ്സ് കീപ്പർ പന്ത് തന്നെ ആയിരിക്കും. കാരണം പന്തിന് അത്രത്തോളം സപ്പോർട്ട് BCCI കൊടുക്കുന്നുണ്ട്. അപ്പോൾ പന്ത് മേ ബി എന്തായാലും ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പന്ത് എന്തായാലും T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടാകും. സഞ്ജുവിന്റെ കാര്യം ഒരു ചോദ്യചിഹ്നമാണ്. സഞ്ജു ഇനി സെക്കൻഡ് ചോയ്സ് കീപ്പർ ആരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും നോക്കേണ്ട കാര്യം. അവിടെ ഇനി സഞ്ജുവിന് നറുക്ക് വീഴുമോ, അതോ രാഹുൽ വരുമോ, അതോ ജിതേഷ് ശർമ്മയോ ഇഷാൻ കിഷൻ ആരായിരിക്കും? ചിലപ്പോൾ ഇനി മേ ബി DK വരെ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ പലരുടെയും ഇപ്പോൾ തന്നെ പറയാം, സഞ്ജു IPLല് ഇന്ത്യൻ ടീമിൽ സഞ്ജു ഈ IPLല് നന്നായിട്ട് പെർഫോമൻസ് നടത്തി, പന്തിന്റെ മുകളിൽ നല്ല പെർഫോമൻസ് നടത്തി. അപ്പോൾ സഞ്ജു ഇന്ത്യൻ ടീമിൽ വരും എന്നുള്ള ആഗ്രഹിക്കണം. കാരണം BCCIക്ക് സഞ്ജുവിനോടുള്ള താല്പര്യം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പന്ത് എന്തായാലും അവൈലബിൾ ആണ്. അദ്ദേഹത്തിന് പരിക്കും ഇപ്പോൾ IPLൽ ഇപ്പോൾ ഇതുവരെ മത്സരങ്ങൾ അദ്ദേഹത്തിന് പരിക്കോ കാര്യങ്ങളൊന്നുമില്ല, അദ്ദേഹം നല്ല രീതിയിൽ പോകുന്നുണ്ട്. പന്ത് എന്തായാലും ഇതുപോലെ ഇങ്ങനെ പോവുകയാണെങ്കിൽ പന്ത് എന്തായാലും അതിപ്പോൾ സഞ്ജുവിന്റെ ബാക്കിൽ കുറച്ച് റൺസ് ആയാലും കുറച്ച് വളരെ മോശം, സഞ്ജുവിനെക്കാട്ടും ഇഷാനെക്കാട്ടും വളരെ മോശം രീതിയിൽ കളിച്ചാൽ പോലും പന്തിന് എന്തായാലും അവസരം കൊടുക്കും. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം BCCI അത്രത്തോളം സപ്പോർട്ടാണ് ഋഷഭ് പന്തിന്. ഏതായാലും ഋഷഭ് പന്ത് എന്തായാലും T20 ലോകകപ്പിന് ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം പിടിച്ചേക്കും എന്നുള്ള കാര്യം ഒരു ഉറപ്പായിട്ടുണ്ട്.